ഹലോ വെൽക്കം ടു IW ക്യാമ്പസ്. എങ്ങനെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം? ഇതാണ് ഈ ഒരു വീഡിയോയുടെ മെയിൻ ഫോക്കസ്. ഒരു വലിയൊരു ക്രൗഡ്, നമ്മൾ എവിടെ നോക്കിയാലും ഒരു ഓപ്പണിംഗ് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും അതിന് അപ്ലൈ ചെയ്യാനും ആ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും. അങ്ങനെ വരുന്ന വലിയൊരു ക്രൗഡിൻ്റെ ഇടയിൽ നമുക്ക് എങ്ങനെയാണ് ആ ഒരു ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത്? അതാണ് ഈ വീഡിയോയുടെ കംപ്ലീറ്റ് ഫോക്കസും. ഇതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടത് 4 കാര്യങ്ങളാണ്. ഒന്ന്, നോളേജ്. നമുക്ക് ആ ഒരു പ്രത്യേകം ആ ഒരു ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു പൊസിഷൻ അല്ലെങ്കിൽ അതിന് വേണ്ട സ്കില്ല്, അതിനെപ്പറ്റിയുള്ളൊരു അറിവാണ് ആദ്യത്തെ ഒരു ഫാക്ടർ. രണ്ടാമത്തെ ഫാക്ടർ ആറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മൾ തെറ്റോ ശരിയോ ഒരിക്കലും നമ്മളൊരു ആർഗ്യുമെൻ്റ് ചെയ്യാൻ പോകരുത് ഇൻ്റർവ്യൂവറുമായിട്ട്. നമുക്ക് തെറ്റായിട്ടുള്ള കാര്യമാണെങ്കിൽ, നമ്മുടെ സൈഡിൽ നിന്ന് തെറ്റാണെങ്കിൽ അത് തെറ്റ് അംഗീകരിക്കുക. നമ്മൾ ശരിയാ പറയുന്നെങ്കിൽ ആർഗ്യൂ ചെയ്യണ്ട. ജസ്റ്റ് നമ്മൾ പറഞ്ഞത് ഇതാണ്, ഇന്ന കാരണം കൊണ്ടാണ് എനിക്കത് കറക്റ്റായിട്ട് തോന്നുന്നത് എന്ന് പറഞ്ഞ് നിർത്തുക. അങ്ങനെ ഒരു കൃത്യമായിട്ടൊരു ഒരു നിലപാടെടുക്കാൻ സാധിക്കണം. അതേപോലെ തന്നെ ആവശ്യമില്ലാത്ത ആർഗ്യുമെൻറ്റോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത രീതിയിലുള്ളൊരു സംസാരത്തിലോട്ടോ പോകരുത്. പിന്നുള്ളത് കോൺഫിഡൻസ് ലെവലാണ്. ഇവിടെയാണ് മിക്കവാറുള്ള എല്ലാ കാൻഡിഡേറ്റ്സും ലാഗ് ചെയ്യുന്നത്. അതായത് ഈ ഒരു ഇൻ്റർവ്യൂവിന് എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയയിലാണ് ചോദിക്കാൻ പോകുന്നത്, ഇതൊക്കെ കൃത്യമായിട്ട് പ്രഡിക്റ്റ് ചെയ്യാനോ ഒന്നും സാധിക്കില്ല. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ മൊത്തത്തിൽ കുഴഞ്ഞു പോകുമോ, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു രീതിയിലായിരിക്കും ആൾക്കാരെല്ലാവരും ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതിനൊരു ഏറ്റവും നല്ലൊരു ഒരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം നോക്കേണ്ടത് ഒരു ജോബ് പോസ്റ്റിന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം നോക്കേണ്ടത് അതിനകത്ത് ഏതൊക്കെ സ്കില്ലാണ് വേണമെന്ന് പറയുന്നത്. അതിന് ജോബ് ഡിസ്ക്രിപ്ഷൻ കൃത്യമായിട്ട് വായിച്ചു നോക്കുക. ഇത്രയും കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഇന്ന കാര്യങ്ങളാണ് ഇവിടെ ചോദിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഒരു സ്വിച്ചിങ് ആൻഡ് റൗട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു എഞ്ചിനീയറിനെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് കണ്ടു. ഓക്കെ, അതിന് നമ്മൾ അപ്ലൈ ചെയ്തു. അപ്പം നമുക്കറിയാം അവിടെ സ്വിച്ചിങ് ആൻഡ് റൗട്ടിംഗ് ആണ്. മിക്കവാറും ജോബ് ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് അതിനകത്ത് ഏതൊക്കെ രീതിയിലുള്ള സ്വിച്ചിങ് ആണ്, അല്ലെങ്കിൽ ഏതൊക്കെ റൗട്ടിംഗ് പ്രോട്ടോകോൾസ് നമുക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ടൊരു ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ടാവും. നമ്മളപ്പോൾ അതനുസരിച്ച് വേണം പ്രിപ്പയർ ചെയ്തിട്ട് പോകാൻ. അപ്പം അങ്ങനെ ഒരു പ്രിപ്പറേഷൻ ചെയ്തിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കവിടെ കോൺഫിഡൻസ് ലെവൽ നമുക്ക് കൂടും. കാരണം പിന്നുള്ളത് ലാംഗ്വേജാണ്. മിക്കവാറുള്ള ആൾക്കാരുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇംഗ്ലീഷ് അറിയായിരിക്കും, പക്ഷേ എങ്ങനെ അത് പറയണം, അല്ലെങ്കിൽ ഒരു ഫ്ലുവൻസി, അല്ലെങ്കിൽ ഭയങ്കര ഡൗട്ടാണ് ഞാൻ പറയുന്ന കാര്യം ശരിയാവുമോ, അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അബദ്ധമായി പോവുമോ, അല്ലെങ്കിൽ ഗ്രാമർ ശരിയാവുമോ, അല്ലെങ്കിൽ ഈ വേർഡാണോ ഉപയോഗിക്കേണ്ടത്. ഒരു വാചകം പറയുന്ന സമയം കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് ഒരു സെൻറ്റൻസ് പറയുന്ന കാര്യങ്ങളായിരിക്കും. അപ്പം അങ്ങനെയുള്ളൊരു കോൺഫിഡൻസ് ലെവൽ ഈ സംസാരിക്കുന്നതിൽ വളരെ കുറവുള്ള ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ജസ്റ്റ് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിന് ഞാൻ എങ്ങനെയാണ് ഉത്തരം പറയേണ്ടത്, അല്ലെങ്കിൽ ഏത് രീതി ബെസ്റ്റ് രീതിയിൽ എനിക്ക് ഉത്തരം പറയാൻ പറ്റും എന്ന് പലതവണ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ആ ഒരു നാക്കിൻ്റെ അറ്റത്തുനിന്ന് ആ ഒരു വേർഡ് വരുള്ളൂ. അപ്പം അതാണ് ഏറ്റവും വലിയൊരു ഒരു കാര്യം നമ്മൾ ലാംഗ്വേജിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ. നമുക്ക് അറിയാം, ഈ ഒരു ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഫീൽഡാണ് നെറ്റ്വർക്കിങ്ങിൻ്റെ. അതിനകത്ത് നമുക്ക് പല ടൈപ്പ് നെറ്റ്വർക്കുകളുണ്ട്. ഡേറ്റാ സെൻറ്റർ നെറ്റ്വർക്കുണ്ട്, കോർപ്പറേറ്റ് നെറ്റ്വർക്കുണ്ട്, സർവീസ് പ്രൊവൈഡർ നെറ്റ്വർക്കുണ്ട്. ഇതുകൂടാതെ നെറ്റ്വർക്ക് സെക്യൂരിറ്റി വരും, ഡെവോപ്സ് ഇപ്പം റീസെൻ്റായിട്ട് ഭയങ്കര ട്രെൻഡിങ്ങിലോട്ട് വരുവാണ്. ക്ലൗഡ് ഓൾറെഡി ആയിട്ടുണ്ട്. മിക്കവാറുള്ള ഒരു നെറ്റ്വർക്കുകളെല്ലാം ക്ലൗഡിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുവാണ്. അപ്പം അവിടെ വരുമ്പോഴും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു നെറ്റ്വർക്ക് പ്രൊഫഷൻ അല്ലെങ്കിൽ നെറ്റ്വർക്കിൻ്റെ കാര്യങ്ങൾ നമ്മൾ അവിടെ ഇതേ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു പ്ലാറ്റ്ഫോം വേറെയാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം എവിടേക്കാണ് ഈ ഒരു വേക്കൻസി, എവിടേക്കാണ് ഈ ഒരു ഓപ്പണിങ്, അതനുസരിച്ച് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ. ഇപ്പോൾ ഒരു ഡേറ്റാ സെൻറ്റർ നെറ്റ്വർക്ക് ആണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ചോദിക്കാൻ പോകുന്നത് സ്വിച്ചിങ്ങിനെ പറ്റിയും റൗട്ടിങ്ങിനെ പറ്റിയായിരിക്കും. കാരണം ഒരു ഡേറ്റാ സെൻറ്ററിൽ ഏറ്റവും കൂടുതലുള്ളത് സ്വിച്ചസ് ആയിരിക്കും, പിന്നുള്ളത് റൗട്ടേഴ്സ് ആയിരിക്കും. കോർപ്പറേറ്റ് നെറ്റ്വർക്ക് വരുവാണെങ്കിൽ അവിടെയും സ്വിച്ചുകളാണ് കൂടുതലും. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വരുന്നതാണ് വയർലെസ്സും IP ഫോണും. അതുപോലെ അവിടെ ഒരു ഫയർവാൾ ഉണ്ടായിരിക്കും. ആ ഫയർവാളും പിന്നെ പറ്റുമെങ്കിൽ ചിലപ്പോൾ സെർവറും കൂടെ നമ്മുടെ സ്കോപ്പിൽ വരും. അപ്പോൾ അങ്ങനെയാണ് ഒരു കോർപ്പറേറ്റ് നെറ്റ്വർക്ക് വരുന്നത്. അവിടെ റൗട്ടിങ്ങിന് വലിയ പ്രാധാന്യം ഉണ്ടായിരിക്കത്തില്ല. അതേസമയം സർവീസ് പ്രൊവൈഡർ നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ ISP ആണ്. ISP ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കൂടുതലും റൗട്ടിംഗ് ആയിരിക്കും ഏറ്റവും കൂടുതൽ വരുന്നത്. MPLS അല്ലെങ്കിൽ BGP അങ്ങനെയുള്ള റൗട്ടിംഗ് പ്രോട്ടോക്കോളിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ. അവരുടെ ഫോക്കസും അവിടെ ആയിരിക്കും. കാരണം അവർ സർവീസ് പ്രൊവൈഡേഴ്സ് ആണല്ലോ. ഈ ISP
പിന്നെ നെറ്റ്വർക്ക് സെക്യൂരിറ്റി വരുവാണെങ്കിൽ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഫയർവാൾ, IPS, അതുപോലെ IDS, പിന്നെ ലോഗ്, പിന്നെ പാക്കറ്റ് ക്യാപ്ചർ. അതായത് വയർഷാക്കിൽ എങ്ങനെ പാക്കറ്റ് അനലൈസ് ചെയ്യാൻ പറ്റും എന്ന് അറിയാമെങ്കിൽ അതൊരു വലിയൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും നെറ്റ്വർക്ക് സെക്യൂരിറ്റിയിൽ വരുമ്പോൾ. അതാണ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി. ഡെവോപ്സ് വരുമ്പോഴത്തേനും കംപ്ലീറ്റ്ലി ഓട്ടോമേഷനാണ്. ഒരു എക്സിസ്റ്റിംഗ് ഓപ്പറേഷൻസിനെ എങ്ങനെ നമ്മൾ ഒരു ഓട്ടോമേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഡെവോപ്സിൻ്റെ വലിയൊരു ഏരിയ വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വലിയ നമ്പർ അല്ലെങ്കിൽ ഒരു 100, 200 അല്ലെങ്കിൽ 1000, 2000 സ്വിച്ചുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്വിച്ചിലൊക്കെ ഒരു VLAN ഡീപ്ലോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു എഞ്ചിനീയർ എപ്പോഴും പോയിട്ട് ഈ ഓരോ സ്വിച്ച് കയറി VLAN കോൺഫിഗർ ചെയ്ത് പോകുന്ന ഒട്ടും പോസിബിൾ അല്ല. അങ്ങനെയൊക്കെ വരുന്ന ഏരിയയിലാണ് ഈ ഡെവോപ്സും അല്ലെങ്കിൽ ഓട്ടോമേഷൻ്റെ ഒരു സ്കോപ്പ് വരുന്നത്. ക്ലൗഡി വരുമ്പോഴത്തേനും ടോട്ടലി ഡിഫറെൻ്റ് ആണ് നമ്മളോട് ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങളും കാര്യങ്ങളും. കാരണം ഒരു ഡാറ്റാ സെൻറ്റർ നെറ്റ്വർക്കും ഒരു നെറ്റ്വർക്ക് പോലെയല്ല ക്ലൗഡ്, അതുപോലെ തന്നെ കോർപ്പറേറ്റ് പോലെ ഒന്നുമല്ല. ക്ലൗഡ് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ അകത്ത് പറയുന്ന ടെർമിനോളജീസും വ്യത്യാസമാണ്. അതായത് വെർച്വൽ നെറ്റ്വർക്ക്, അല്ലെങ്കിൽ VPC, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് തന്നെ ഇൻ്റർനെറ്റ് ഗേറ്റ് വേ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഓരോ സ്പെസിഫിക് ഏരിയാസ് ഉണ്ട്. അപ്പം അതിന് പറയുന്ന ടെർമിനോളജികൾ തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മളൊരു സാധാരണ ഒരു ഡാറ്റാ സെൻറ്ററോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് നെറ്റ്വർക്കോ ഡിസൈൻ ചെയ്യുന്ന രീതിയിലല്ല. പിന്നെ നമ്മൾ ഈ ഇൻ്റർവ്യൂവിന് നമ്മളെ കോൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂവറുടെ മുമ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട് അവർ ചെക്ക് ചെയ്യുന്നത്. അത് ഓരോ കമ്പനിയുടെ ഇൻ്റർവ്യൂവിൻ്റെ പോളിസി അനുസരിച്ചിരിക്കും എന്തൊക്കെ ഫാക്ടേഴ്സാണ് ചെക്ക് ചെയ്യുന്നത്. ചിലർ അപ്പിയറൻസ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. ചില ആൾക്കാർ ഭയങ്കര ഇതായിട്ട് കമ്മ്യൂണിക്കേഷൻ നോക്കും, അതുപോലെ ആറ്റിറ്റ്യൂഡ്, അതുപോലെ ഓരോ സ്പെസിഫിക് ഏരിയയിൽ. ഇപ്പം വിളിച്ചേക്കുന്ന ജോബ് പോസ്റ്റ് ആണെങ്കിൽ ഇപ്പോൾ സ്വിച്ചിങ്, അതിൻ്റെ അകത്ത് തന്നെ ലെയർ 2 സ്വിച്ചിങ്, ലെയർ 3 സ്വിച്ചിങ്, അതുപോലെ റൗട്ടിങ്, പിന്നെ വാന്, ഇങ്ങനെയൊക്കെയുള്ള ഓരോ ഏരിയ പറഞ്ഞിട്ടാണ് വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഈ ഓരോ ഏരിയയിലും നമ്മുടെ നോളജ് എന്തുണ്ടെന്ന് അവർ ചെക്ക് ചെയ്യും. ചിലപ്പോൾ ഒരാളായിരിക്കും അല്ലെങ്കിൽ ഒരു പാനലായിരിക്കും നമുക്ക് ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് നിൽക്കുന്നത്. അപ്പം പല ഏരിയയിലും നമുക്ക് ഓരോരോ മാർക്കാണ് ഇടാൻ പോകുന്നത്. എന്നിട്ട് ലാസ്റ്റിൽ ഇവർ ഒരു ഓവറോൾ മാർക്ക് എടുത്തിട്ടാണ് ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണ് ഓരോരോ ഏരിയ പ്രസൻറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാവുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാം എന്ന് പറയുക, എന്നിട്ട് അത് എന്താണ് നമുക്കറിയാമെന്നുള്ള കാര്യം പറയുക. അറിയാത്ത ടോപ്പിക്ക് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഉരുണ്ട് കളിക്കാൻ നിൽക്കരുത്. കൃത്യമായിട്ട് അവരോട് പറയുക, എനിക്ക് അറിയത്തുള്ളൂ, കൂടുതൽ ഞാൻ പഠിക്കാം, എനിക്കതിനൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പഠിക്കാം, എനിക്കതിന് താല്പര്യമുണ്ട് എന്ന് നമ്മളെപ്പോഴും പറയാൻ ശ്രമിക്കുക. അതുപോലെ ഒരിക്കലും ഒരു രീതിയിലുള്ള ആർഗ്യുമെൻറ്റും ഇൻ്റർവ്യൂവറോട് ചെയ്യാൻ പാടില്ല. ചെയ്തു കഴിഞ്ഞാൽ അവരപ്പം തന്നെ നമ്മളെ അതിൻ്റെ അകത്തുനിന്ന് ലിസ്റ്റിൽ നിന്ന് എടുത്ത് മാറ്റിക്കളയും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ വളരെ പൊളൈറ്റായിട്ട് നമുക്കറിയാവുന്ന കാര്യങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് പറയുക. അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് പഠിക്കാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇൻ്റർവ്യൂവറിനോട് നമ്മുടെ ഒരു ഫീഡ്ബാക്ക് ചോദിക്കുന്നത് നല്ലതായിരിക്കും. അതായത് എന്നെ എങ്ങനെയാണ് താങ്കൾ അസസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം മിക്കവാറുള്ള ആൾക്കാർ പറയും, അവരുടെ ഒരു ഫീഡ്ബാക്ക് പറയും. അതായത് ഓക്കെ, യു ആർ ഗുഡ് ഇൻ നെറ്റ്വർക്കിംഗ് ഓർ യു ആർ ഗുഡ് ഇൻ കോൺസെപ്റ്റ്സ്, ബട്ട് ഐ ഫെൽറ്റ് ദാറ്റ് യു നീഡ് ടു ഇംപ്രൂവ് ഇൻ ലാംഗ്വേജ് സൈഡ്. അല്ലെങ്കിൽ അവർ പറയും, ഓക്കെ, നിങ്ങൾ ലാംഗ്വേജ് എല്ലാം അടിപൊളിയാണ്, കുറച്ച് കോൺസെപ്റ്റും കൂടെ പഠിക്കണം, അല്ലെങ്കിൽ കുറച്ച് പ്രാക്ടിക്കൽ നോളജും കൂടെ വേണം. അല്ലാന്നുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു റീസൺ ഒന്നീ ഡയറക്റ്റായിട്ട് പറയും, അല്ലെങ്കിൽ ഇൻഡയറക്റ്റായിട്ട് പറയും. അപ്പോൾ നമ്മൾ പല ഇൻ്റർവ്യൂവിന് പോയി, ഇപ്പോൾ ഒരു 4, 5, 6 ഇൻ്റർവ്യൂവിനൊക്കെ പോയിട്ട് സെലക്ട് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫീഡ്ബാക്ക് കൃത്യമായിട്ട് ഈ ഒരു ഇൻ്റർവ്യൂവറിൻ്റെ നിന്ന് കിട്ടിയിരുന്നുണ്ടെങ്കിൽ നമുക്ക് അനലൈസ് ചെയ്യാമായിരുന്നു നമ്മൾ എവിടെയാണ് ലാഗ് ചെയ്യുന്നതെന്നുള്ളത്. ആ ലാഗ് ചെയ്യുന്ന ആ ഒരു പോയിൻ്റാണ് നമ്മുടെ വീക്ക് പോയിൻ്റ്. അതിനെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അതുകൊണ്ടാണ് എപ്പോഴും ഒരു ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ ഒരു ഫീഡ്ബാക്ക് ചോദിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ ഞങ്ങൾ ഒരു 17-ാം തീയതി, അതായത് ഈ ഒരു ജൂലൈ 17, 9:30 മുതൽ 10:20 വരെ ഒരു സെഷൻ, ഓൺലൈൻ ഒരു സെഷൻ ഞങ്ങൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് ഒരു നെറ്റ്വർക്ക് എഞ്ചിനീയറിൻ്റെ ഇൻ്റർവ്യൂ ടിപ്സാണ് അതിനകത്ത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. 100 പേർക്കാണ് ഇതിൻ്റെ അകത്ത് ലോഗിൻ ചെയ്യാൻ പറ്റുന്ന ഒരേ സമയം. അതിൻ്റെ അകത്ത് മെയിൻലി നമ്മൾ ഇതിൻ്റെ ഒരു അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു റെസ്യൂം എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, എങ്ങനെ അപ്പിയർ ചെയ്യാം ഇൻ്റർവ്യൂവിന്, അതുപോലെ ഇൻ്റർവ്യൂവിന് മുമ്പ് നമ്മൾ എന്തൊക്കെ ഹോംവർക്ക് ചെയ്യണം, എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ഇൻ്റർവ്യൂവിന്, അതേപോലെ തന്നെ എങ്ങനെയാണ് ഓരോരോ ഉത്തരങ്ങൾ
ഇൻ്റർവ്യൂവിന് പറയേണ്ടത്, അല്ലെങ്കിൽ ഈ ഓരോ സ്പെസിഫിക് ഏരിയയിൽ ഒരു ഉത്തരം വന്നു കഴിഞ്ഞാൽ അറിയാവുന്നതാണോ അറിയാത്തതാണോ, അല്ലെങ്കിൽ ഡൗട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ എങ്ങനെ ഇതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യാം, എങ്ങനെ നമുക്കൊരു ഇൻ്റർവ്യൂവിനെ ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു സെഷൻ. ഈ ഒരു സെഷനിനകത്ത് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക. ഞങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇമെയിൽ അയച്ചു തരാം. കാരണം ഇതിന് വളരെ ലിമിറ്റഡ് സീറ്റേ ഉള്ളൂ, 100 പേർക്ക് ഒരു സമയം അറ്റൻഡ് ചെയ്യാനൊക്കത്തുള്ളൂ. ഓക്കെ, അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.